മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഗണേഷ് കുമാറിന് അടുത്ത മണ്ടക്കടിയും കൊണ്ടിരിക്കുന്നു. മറ്റാരുമല്ല, നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ് ആണ് ഒടുവില് മണ്ടക്കിട്ട് കൊട്ടിയിട്ടുള്ളത്. മാധ്യമപ്രവർത്തകര് ഇങ്ങനെ തോന്നിയതുപോലെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകർക്ക് ഒരു ചൊരുക്കുണ്ട്. അതുകൊണ്ട് പരമാവധി ചോദ്യങ്ങൾ ചോദിച്ചതിന് ഗണേഷ് കുമാറിന്റെ മണ്ടക്കും മേയർ ഒരു നല്ല കൊട്ട് കൊട്ടിയിട്ടുണ്ട്. നമുക്കറിയാം, നിലവിലിപ്പോ ചാണ്ടി ഉമ്മന് ഗണേഷ് കുമാറിനെതിരെ പറയുന്നു, ഗണേഷ് കുമാർ ചാണ്ടി ഉമ്മനെ ഞെട്ടിക്കുന്നു. മറ്റു കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ തന്നെ ചാണ്ടി ഉമ്മന്റെ അപ്പനെ അല്ലേ പറഞ്ഞത്, അല്ലാതെ വേറെ ആരും അല്ലല്ലോ എന്ന രീതിയിലാണ് മറ്റു കോൺഗ്രസ് നേതാക്കന്മാര് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് പ്രവർത്തകരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്കൊന്നും ഒരു ഉളുപ്പില്ലേ? നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞിട്ട് ഇവിടെ വി സതീശൻ മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാറിനെതിരെ എന്തെങ്കിലും പറഞ്ഞോ? ഇവിടെ കേരളത്തിലെ സകല കോൺഗ്രസ് നേതാക്കന്മാരോ പ്രീണന മത്സരത്തിലാ. ഉമ്മൻചാണ്ടിക്കെതിരെ തോന്നിയത് ഗണേഷ് കുമാർ പറഞ്ഞിട്ട് ഇവിടെ ഒരാൾക്കൊരു ചോദ്യമില്ല, ഒരു ഉത്തരമില്ല. ഏതായാലും അതൊക്കെ അവരുടെ കുടുംബ പ്രശ്നങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അവര് തീർക്കട്ടെ. ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയാം, കോൺഗ്രസ് നേതാക്കന്മാർ പോലും ഉമ്മൻചാണ്ടിയെ ഗണേഷ് കുമാർ പറഞ്ഞതിന് ഒരു മറുപടിയും ഗണേഷ് കുമാറിന് കൊടുക്കുന്നില്ല. എന്നാൽ ഗണേഷ് കുമാറിന് തെറ്റിയിട്ടുള്ളത് മറ്റെവിടെയല്ല, സുരേഷ് ഗോപിയെ പോയൊന്ന് ചൊറിഞ്ഞതാണ്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കും, കുറച്ച് മുമ്പേ ഉള്ളതാ. ഏതായാലും അത് കേട്ടിട്ട് നമുക്ക് മറുപടിയിലേക്കൊക്കെ തന്നെ പോവാം. നിങ്ങൾ കേട്ടു. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇനിയിപ്പോൾ മുറുക്കും. ഇനിയിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, ഇനി എയിംസ് വരും. അത് തൃശ്ശൂരിൽ വരുമോ ആലപ്പുഴയിൽ വരുമോ? കാരണം തൃശ്ശൂരാണെങ്കിലും MP പറയുന്നത് അമ്മയുടെ വീട് ആലപ്പുഴ, അതുകൊണ്ട് ആലപ്പുഴയിൽ മതി എന്നാണ്. അവന് തെങ്കാശിയിലായാലും മതി എന്നായി. അവസാനം തെങ്കാശിയിലേക്ക് പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒളിമ്പിക്സ് വരുന്നുണ്ട് കേട്ടോ, വലിയ പ്രശ്നമില്ല. ഇന്ത്യയിലല്ല, തൃശ്ശൂർ, കേരളത്തിൽ ഒളിമ്പിക്സ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒളിമ്പിക്സേ ഏഷ്യാഡൊന്നും അല്ല, ഇവിടേക്ക് അങ്ങ് പോയി ഒളിമ്പിക്സ്. എന്തൊക്കെ കേൾക്കണം നമ്മളിപ്പോൾ. എന്ത് ഈ നിങ്ങൾ കേട്ടില്ലേ, ഒളിമ്പിക്സ് വരുമെന്ന് പറഞ്ഞ് കളിയാക്കിയ വിഷയം. ഇതിനാണ് മേയർ മറുപടി ആയിട്ട് എത്തിയിട്ടുള്ളത്. മേയർ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞ മറുപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഏതായാലും സുരേഷ് ഗോപി ഈ വിഷയം ഗണേഷ് കുമാർ പറയുമ്പോ നമ്മൾ ഒരു നെറുകേട് ചെയ്യരുതല്ലോ. ഏതായാലും ഇതിന് മറുപടി ആയിട്ട് ഗണേഷ് കുമാർ മറ്റേ മോനെ എന്ന്, ഗണേഷ് കുമാറിനെ മറ്റേ മോനെ എന്ന് വിളിച്ചത് സുരേഷ് ഗോപി വിളിച്ചത് ഏതായാലും ഇവിടെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് മേയർ പറഞ്ഞതിലേക്ക് പോവാം. ഏതായാലും സുരേഷ് ഗോപിയുടെ വകയുള്ളത് നിങ്ങളങ്ങ് കേട്ടുകൊള്ളൂ, എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. എയിംസ് കേരളത്തിൽ വരുമെന്ന് പറയുമ്പോഴേ അങ്കലാപ്പിൽ പൂണ്ട് പുച്ഛം അവതരിപ്പിക്കും. അത് അവരുടെ എന്താണ് DNA ആണ്. അതങ്ങനെ അവര് ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ. POS മെഷീനെ കുറിച്ചും ഇന്ത്യയിലെ സാധാരണക്കാർ കൈകാര്യം ചെയ്യുന്ന പച്ചക്കറി മാർക്കറ്റിൽ വരെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വരും എന്ന് ശ്രീ അരുൺ ജെയ്റ്റ്ലി അഭിമാനത്തോട് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ രാജ്യസഭയിൽ ഇരുന്നു കൊണ്ട് വലിയ സാമ്പത്തിക വിദഗ്ധൻ, വക്കീൽ കൂടിയായ സുപ്രീം കോടതിയിലെ രാജാവ്, വക്കീൽ രാജാവ് എന്താ പുച്ഛിച്ചതെന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ, കേട്ടിട്ടില്ലേ? പിന്നെ ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ വിൽക്കുന്നവർ ഉടനെ തന്നെ POS എടുത്ത് വെച്ച് ഉണ്ടാക്കി കളയും. അവിടെ അത് ചാർജ് ചെയ്യാൻ മെഷീൻ ഉണ്ടോ? അവരെടുത്ത് POS മെഷീൻ ഉണ്ടോ? അവിടെ വൈഫൈ കണക്ഷൻ ഉണ്ടോ? ഇന്ന് രാജ്യം എന്താണ്? ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം വന്നപ്പോൾ രാജ്യത്തെ സാധാരണക്കാരായ സ്ത്രീകൾ എന്താണ് മറുപടി കൊടുത്തത്? വി ഡോണ്ട് ടേക്ക് കറൻസി എന്ന് പറഞ്ഞിടത്ത് എത്തിയെങ്കിൽ കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ. നിങ്ങൾ കേട്ടില്ലേ? അതായത് നൈസായിട്ട് ഗണേഷ് കുമാറിന്റെ അപ്പനെയും അതേപോലെ തന്നെ മറ്റേ മോനേന്നു പരമാവധി ഗണേശ് ഏതായാലും ഇരുന്ന് വാങ്ങിയതാ. നന്നായിട്ട് സുരേഷ് ഗോപി അങ്ങ് കൊടുത്ത്, ഇത് ചാണ്ടി ഉമ്മനൊന്നല്ല, ചൊറിഞ്ഞാൽ തിരിച്ചു മാന്തും, ഒരു തർക്കവും വേണ്ട, തിരിച്ചു മാന്തും. അതൊരു സുരേഷ് ഗോപി മാത്രമൊന്നല്ല, ഇതൊരു ടീമാണ്. കെ സുരേന്ദ്രൻ ഒരു ഭാഗത്ത്, അതായത് മേയർ മറ്റൊരു ഭാഗത്ത്, അതേപോലെ രാജീവ് ചന്ദ്രശേഖർ മറ്റൊരു ഭാഗത്ത്. ഇതൊരു ടീമാണ്. അതായത് ചാണ്ടി ഉമ്മൻ അപ്പനെ പറഞ്ഞാൽ അത് അപ്പനെ മാത്രം പറഞ്ഞതാണെന്ന രീതിയിൽ കോൺഗ്രസ് നേതാക്കന്മാര് പോകുന്നത് പോലെയല്ല. ഇതൊരു ഉദാഹരണം എന്നല്ല, ഇതൊരു മേയർ മാത്രമൊന്നല്ല മറുപടി ആയിട്ട് എത്തുക, ഇതൊരു ടീമാ. നമുക്കറിയാം, കുറച്ചു മുമ്പ് വോട്ട് ചോരിയോ എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി ആക്രമിച്ച സമയത്ത് സകല ആളുകളെയും ഒരൊറ്റ ഡയലോഗില് കെ സുരേന്ദ്രൻ അങ്ങ് എടുത്ത് ആറ്റിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. ഓ വോട്ട് കള്ള വോട്ട്, ഇതായിരുന്നു 24 മണിക്കൂർ സകല മാധ്യമങ്ങളിലും
കെ സുരേന്ദ്രൻ ഒറ്റ ഡയലോഗ് അന്ന് സുരേഷ് ഗോപിക്ക് വേണ്ടി നടത്തിയതോട് കൂടിയിട്ട് കള്ളവോട്ട് എന്ന് പിന്നെ ഒരു ഒരുത്തം പോലും മിണ്ടിയിട്ടില്ല. ആ ഭാഗം കൂടി ഇവിടെ കൊടുക്കാം, നിങ്ങൾ അന്ന് കേട്ടു. സുരേഷ് ഗോപി തൃശ്ശൂരിൽ വന്ന് തലകുത്തി മറിഞ്ഞാലും ഇവിടെ ജയിക്കില്ല എന്നുള്ളതായിരുന്നു. 75,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത്. കേരളത്തിലെ ഒരു മന്ത്രി പറയുകയാണ് 60,000 വോട്ട് അദ്ദേഹം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം, തൃശ്ശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണമെന്ന്. എനിക്ക് LDF-നോടും UDF-നോടും നേതാക്കന്മാരോട് പറയാനുള്ളത്, എടോ 60,000 വോട്ട് ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങളിവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടിരിക്കുകയായിരുന്നു? ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. 60,000 കള്ള വോട്ട് ഞങ്ങളിവിടെ ചേർക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPM-ഉം ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന UDF-ന്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കെട്ടിത്തൂങ്ങി ചാവുന്നതാണ് നല്ലത്. ഈ ഒരൊറ്റ ഡയലോഗോട് കൂടി കള്ള വോട്ട് എന്ന് പറഞ്ഞ ആ ഏർപ്പാട് തന്നെ സുരേഷ് ഗോപിക്കെതിരെ പറയലങ്ങ് നിന്ന് പോയിട്ടുണ്ട്. ഇവിടെയുള്ള ഭരണപക്ഷം പ്രതിപക്ഷം സകല ബൂത്തിലും ആളുകളുള്ള ആ ഒരു 2 പാർട്ടികൾക്ക് ഒരു MLA പോലും ഇല്ലാത്ത, ഒരു MP പോലും ഇല്ലാത്ത BJP 60,000 വോട്ട് ചേർത്തിട്ട് പിടിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ പോയി കെട്ടിത്തൂങ്ങി ചത്തോളൂ എന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. പിന്നീട് മാധ്യമങ്ങൾ പോലും ഈ വിഷയം അങ്ങ് വിട്ടുകളഞ്ഞതാ. സുരേഷ് ഗോപിക്കെതിരെ ഗണേഷ് കുമാർ ഇറങ്ങിയതിന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മേയർ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അത് കേട്ട് നോക്കൂ. കൃത്യമായിട്ട് ഒളിമ്പിക്സിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അതിന്റെ ഉത്തരം പറയാം. അതിന് ചോദിച്ചു ഞാൻ പറയാം. 2036 ഒളിമ്പിക്സ് ഇന്ത്യയിൽ നടക്കുമ്പോൾ അതിൽ ഒരിനം തിരുവനന്തപുരത്ത് വച്ച് നടത്താൻ സാധിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞങ്ങൾ വളരെ കൂടുതൽ ഉറച്ചു നിൽക്കുന്നു മാത്രമേ ഞങ്ങൾ മുമ്പോട്ടേ പോയിട്ടുള്ളൂ. 11 വർഷം ഇപ്പൊ കുറയ്ക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കില്ലല്ലോ. അല്ല, 11 വർഷം ഇപ്പൊ ചുരുക്കാൻ ഞാനോ നിങ്ങളെ വിചാരിച്ചാൽ സാധിക്കില്ലല്ലോ. നിങ്ങൾ കേട്ടില്ലേ, 2036 ഒളിമ്പിക്സ് കേരളത്തിൽ ഒരു ഭാഗമായിരിക്കോ, കേരളത്തിൽ ഒരു ഭാഗമായിട്ട് നടത്തപ്പെടുമെന്ന് കൃത്യമായിട്ട് VV രാജേഷ് അങ്ങ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ ചോദിക്കേണ്ടില്ല. അത് 11 പിന്നെ ഒളിമ്പിക്സ് നടത്തുന്ന സമയത്തല്ലേ കേരളത്തിൽ നടത്താൻ സാധിക്കുക? ഈ ഒളിമ്പിക്സ് ഒക്കെ എന്തിനാണ് വലിച്ചു കൊണ്ടുവന്നത്? സുരേഷ് ഗോപി ഒന്ന് താങ്ങാൻ വേണ്ടിയിട്ട്. ഇത് ഗണേഷ് കുമാറെ സകലരും മനസ്സിലാക്കുക. ഈ ഗണേഷ് കുമാറിനേക്കാൾ വലിയ പുച്ചിസ്റ്റ് ആയിട്ടുള്ള ഈ P ചിദംബരം ഉണ്ടല്ലോ, ഈ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ്, ഗണേശിനേക്കാൾ അപ്പുറമുള്ള പുച്ചിസ്റ്റായിരുന്നു. അന്ന് നരേന്ദ്രമോദിയെ കളിയാക്കിയിട്ടായിരുന്നു പറഞ്ഞത്, ഓ സാധാരണക്കാരെങ്ങനെയാണ്, അന്ന് വൈഫൈ ഉണ്ടോ ഇന്റർനെറ്റ് ഉണ്ടോ, അതെങ്ങനെ നടപ്പിലാക്കുന്നൊക്കെയായിരുന്നു അന്ന് ചോദിച്ചത്. ഡിജിറ്റൽ ഇന്ത്യ ഈ പേയ്മെന്റ് നടത്തുമെന്നൊക്കെ പറയുന്ന സമയത്ത് ഇന്നതെങ്ങനെയാണ് എന്നുള്ളത് ലോകം തന്നെ നമ്മുടെ രാജ്യത്തെ മാതൃകയാക്കുക. ആ നരേന്ദ്രമോദിയെ കണ്ട് മുന്നോട്ട് പോകുന്ന സുരേഷ് ഗോപി കേരളത്തിൽ പലതും നടപ്പിലാക്കുമെന്ന് പറയൂ. അത് ഒളിമ്പിക്സ് ആണെങ്കിൽ ഒളിമ്പിക്സിന്റെ ഭാഗം കേരളത്തിൽ നടത്തുമെന്ന് പറയുന്നത് വെറുതെ അല്ല. എയിംസ് കൊണ്ടുവരുമെന്ന് പറയുന്നത് വെറുതെ അല്ല. തിരുവനന്തപുരത്ത് ഡെവലപ്മെന്റ് ഉണ്ടാവും എന്ന് പറയുന്നത് വെറുതെ അല്ല. പിന്നെ ഈ 2036 2047 എന്നൊക്കെ BJP പ്രഖ്യാപിക്കുമ്പോ ഗണേഷ് കുമാർ ഒളിമ്പിക്സ് മാധ്യമങ്ങൾ 11 വർഷമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ ഇവിടെയുള്ള പുതുതലമുറ വിവേകമുള്ള മലയാളികൾക്ക് നിങ്ങളോടൊക്കെ തന്നെ പറയാനുള്ളത്, ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ രാജ്യം ഭരിക്കുമ്പോഴാണ് നമ്മുടെ ഓരോ സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാർ വരുമ്പോ അവര് നാളെ മാത്രമല്ല കാണുക, വരും തലമുറക്ക് വേണ്ടി 10, 20, 30 വർഷം മുന്നോട്ട് കണ്ടിട്ടാ കൃത്യമായിട്ട് വികസനം നടത്തും. 2047 വികസിത ഭാരതം എന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. അതും ഈ രാജ്യം സ്വന്തമാക്കൂ, ഒരു തർക്കവും വേണ്ട. അത്രത്തോളം മുന്നോട്ട് കണ്ട് പ്രവർത്തിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി, നരേന്ദ്രമോദി സർക്കാർ ഇവിടെ ഒളിമ്പിക്സും എയിംസും സകലതും ഈ പറയുന്ന സുരേഷ് ഗോപി പ്രഖ്യാപിക്കുന്നത്, മേയർ പ്രഖ്യാപിക്കുന്നത്, ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിക്കുന്ന ഒക്കെ കേരളത്തിലും നടത്തും. അതൊന്നും വെറുതെ അല്ല, കൃത്യമായിട്ട് ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ഇവിടെ പദ്ധതികൾ നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യും. അത് പുച്ഛം ഗണേഷ് കുമാറിന്, അതേപോലെ തന്നെ മോദി വിരുദ്ധർക്കൊക്കെ പുച്ഛമായിട്ട് നടക്കാം. പക്ഷെ ഇതൊക്കെ മലയാളികൾ തിരിച്ചറിയാം. കൃത്യമായിട്ട് എന്താവണം ഒരു നേതാവ്, ദീർഘവീക്ഷണമുള്ളവർ തന്നെ രാജ്യം ഭരിക്കണം, കേരളം ഭരിക്കണം, എന്നാലേ നാട് നന്നാവൂ എന്നുള്ളത് മലയാളികൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ പലരും പുച്ഛൊക്കെ ആയിട്ട് വരും. ഇത്തരം പുച്ഛൊക്കെ ആയിട്ട് വരുമ്പോ ഇത് കോൺഗ്രസിനെതിരെ അല്ല, ഇത് നടത്തുന്നത് സുരേഷ് ഗോപിക്കെതിരെയാണ്, BJPക്കെതിരെയാണ്, മേയർക്കെതിരെയാണ്, രാജീവ് ചന്ദ്രശേഖർക്കെതിരെയാണ് പറയുന്നത് എന്നൊരു ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ മയത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്കും മയത്തിൽ വാങ്ങാം. നിങ്ങൾ ശക്തമായിട്ട് പറഞ്ഞാൽ നിങ്ങളെക്കാൾ ഒരു പടി മുന്നിൽ നിന്ന്
മറുപടി നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ഇത് കോൺഗ്രസ് അല്ല, ഇത് BJP ആണ് എന്നുള്ളത് ഗണേഷ് കുറച്ച് മുമ്പേ നടത്തിയതിന് ഇപ്പോഴും മണ്ടക്കടി ഏറ്റുവാങ്ങല് നിർത്തിയിട്ടില്ല എന്നുള്ളതും സകലരും തിരിച്ചറിയുക.